പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇപ്പോൾ നിലവിൽ നമ്മുടെ ചാനലിന് 197 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു 4-5 മാസത്തോളം ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട്. ഈ ഒരു 197 എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഒരു 197K പോലെയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 197 ആയപ്പോഴേക്കും ഇങ്ങനെ നന്ദി പറയേണ്ടതൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചത് വലിയൊരു വിജയം തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും. ആ പാട്ട് എനിക്കറിയില്ല, അത് ആരാ പാടിയതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഫോണ് പഴയ ഫോണ് ഞാനിപ്പോൾ പുതിയത് മാറ്റി. അപ്പോൾ ഇത് ഉപയോഗിച്ചിരുന്ന ആൾ ഇത് ഫോർമാറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെക്കോർഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു അത്. കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 1-2 തവണ ഞാൻ ആ പാട്ട് കേട്ടു. ആദ്യമായിട്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ വല്ലാതെ ഡള്ളായിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിന്, ആ പാടിയ ആൾക്ക്, ആ സ്വരത്തിന്, ആ ഈണത്തിന് സങ്കടങ്ങളെ കൊല്ലാൻ ഉള്ളൊരു സങ്കടങ്ങളെ നശിപ്പിക്കാനുള്ളൊരു കഴിവ് ആ പാട്ടിനുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടി ഈ പാട്ട് കേൾക്കട്ടെ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അത്രമേൽ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഈ പാട്ട് ആ ഒരു പാട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ ഇന്നലെ ആ പാട്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നി അപ്ലോഡ് ചെയ്തതാണ്. ഇനി ആ പാട്ട് ഇപ്പം നിലവിൽ ആ പാട്ട് കേട്ടിട്ട് 4 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടുമോ എന്ന് എനിക്കറിയില്ല. ഇനിയും ഒരു പക്ഷേ ആ പാട്ട് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ പാട്ട് ഇനി എവിടുന്ന് ആ പാട്ടുകാരിയെ കണ്ടുപിടിച്ച് വീണ്ടും പാട്ട് കേൾപ്പിച്ച് തരാൻ എനിക്ക് കഴിയും എന്ന് എനിക്കറിയില്ല. അതാരെ പാടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫോൺ മാറ്റിയപ്പോൾ ഇതിലുണ്ടായിരുന്ന ഒരു പാട്ടാണ്. ഞാൻ പറ്റുമെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടും അവരെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ ഇതിൽ കഥകൾക്കും ഈ പറഞ്ഞതുപോലെ വലിയ വ്യൂസൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ ഉറുമ്പരിക്കുന്ന പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു കഥ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു സബ്സ്ക്രൈബിന് എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ആളുകൾക്കത് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ള കഥ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ അത് ആളുകളിങ്ങനെ എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നീക്കി വായിക്കുകയൊന്നും ചെയ്യാതെ അങ്ങനെ പോവുകയായിരുന്നു. എനിക്ക് YT സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തോ ആളുകളത് വായിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷേ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് എഴുതാനുള്ള കഴിവൊന്നുമില്ലയെന്ന്. എന്നാലും വേണ്ടിയില്ല, ഞാൻ വീണ്ടും എഴുതി അതിൻ്റെ ബാക്കി അധ്യായം 1, 2 അങ്ങനെ എഴുതി അപ്ലോഡ് ചെയ്തപ്പോൾ എന്താ പറയുക, ചില ആളുകൾ സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കി അവസാനം വരെ അത് നിർത്തി വായിച്ച് പോകുന്നത് എനിക്ക് YT സ്റ്റുഡിയോയിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആളുകളത് വായിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പം ഒരു 100 വ്യൂസ് കിട്ടുകയാണെങ്കിൽ അതിലൊരു സബ്സ്ക്രൈബറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ കഥയ്ക്ക് ഒരു സബ്സ്ക്രൈബറിനെ എനിക്ക് കിട്ടുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും അതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യും. ആരും എന്നോട് അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആളുകൾക്ക് അതിൻ്റെ ബാക്കി എന്താവും എന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ടെന്ന്. ഓർമ്മയുടെ തീരങ്ങളിൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അത് വായിക്കുന്ന വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരിക്കലും എന്താ പറയുക, ഒരു സമയനഷ്ടമായിട്ട് തോന്നില്ല. എൻ്റെ ഒരു ജീവിതം, ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതം, ഈ നിമിഷം വരെയുള്ളൊരു എന്താ പറയുക ജീവിതം ഒട്ടും കളങ്കമില്ലാതെ കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഒന്നുമില്ലാതെ എഴുതിയതാണ്. അത് അങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ നിന്നൊന്നും നീക്കം ചെയ്യുകയോ അതിലേക്ക് ഇല്ലാത്തതെന്തെങ്കിലും എഴുതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നേരത്തെ ഞാൻ ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന്.
എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ആ പാട്ട് എന്തായാലും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന്. അതുപോലെ തന്നെയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ള എൻ്റെ അനുഭവം. അതിന് അനുഭവം എന്നാണോ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരു കഥ പോലെ ഞാൻ എഴുതിയതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ഒരു ബോറായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ അനുഭവം ആയി തോന്നിയേക്കാം. ഇങ്ങനെ വായിച്ച് 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 വരുമ്പോൾ നിങ്ങൾക്കതൊരു രസമായിട്ട് തോന്നും. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിപ്പ് ചെയ്യാതെ ആളുകൾ അത് വായിക്കാൻ തുടങ്ങി. റിട്ടേൺ വ്യൂസ് കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് തന്നെ അത് റീഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുടെ തീരങ്ങൾ ഇഷ്ടപ്പെടും. ഒരുപാട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും, ജനിച്ചത് മുതൽ ഇപ്പോൾ ഒരു വീട്ടമ്മ ആവുന്നത് വരെ, പ്രണയം, വിവാഹം, അങ്ങനെയെല്ലാം. പ്രണയം എന്നൊക്കെ ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളിത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ഉള്ള നരമ്പ് രോഗികളെയൊന്നും ഞാൻ എൻ്റെ ചാനലിൽ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വില കുറച്ച് കാണുകയോ ചെയ്യുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയുടെ തീരങ്ങളിൽ ഉള്ള ഒരു എന്താ പറയുക, കഥ അല്ലെങ്കിൽ നോവൽ അനുഭവം എന്താണെന്നറിയില്ല, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അത് അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ ഞാൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും സബ്സ്ക്രൈബേഴ്സിന് 2, 3, 4 അങ്ങനെയൊക്കെ. ചിലതിന് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ചിലതിന് കുറച്ച് കുറവാണ്. എങ്കിലും ഒരു വീഡിയോ കണ്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ്. വീഡിയോ എത്ര ഓടുന്നു എന്നതിനേക്കാളും അത് ഒരാൾക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടു, അതിനെ ഒരാളെങ്കിലും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിജയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്സ് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പൊളിറ്റിക്സ് വീഡിയോ വീണ്ടും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് പൊളിറ്റിക്സൊക്കെ സംസാരിക്കാൻ, എനിക്കിഷ്ടമാണ്. ഞാൻ ന്യൂസൊക്കെ കാണുമ്പോൾ എല്ലാ ചാനലുകളിലെ ന്യൂസും ഞാൻ കാണാറുണ്ട്, കമൻറ്റുകൾ വായിക്കാറുണ്ട്. എനിക്കതൊരു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ. അതേപോലെ ഒരുപാട് വായിക്കാൻ എനിക്കിഷ്ടമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോസ്, ചില മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഒരു 2-3 വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 197 സബ്സ്ക്രൈബേഴ്സ്. അതിൽ കുറച്ച് 197ലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട് ആ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ്. വിവാഹമോചനത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും അതേ രീതിയിൽ മറ്റെന്തെങ്കിലുമൊക്കെ എഴുതി അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്താ പറയുക, കോപ്പിറൈറ്റ് എന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കുന്നത് വീഡിയോക്ക് നമ്മുടെ ചാനലിന് പ്രശ്നമായതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ആക്കി. ഇനി അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്ത് അങ്ങനെ വീഡിയോ ചെയ്യുമ്പം എൻ്റെ ചാനൽ കട്ടായി പോവും എന്ന് അറിയുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പിന്നെ അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നെ അതേപോലെ ഞാൻ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ അത് കണ്ടിട്ടും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ആ ഒരു രീതിയിലും വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ എങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും അവരവരുടെ ഇഷ്ടങ്ങൾക്കുള്ള വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യും. നിങ്ങൾ ഏത് രീതിയിലുള്ള, അതായത് കഥകളായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നതോ അങ്ങനെ ഒക്കെ ആണെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.